എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 57-ാമത്തെ സർഗത്തിൽ 14 മുതൽ 22 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് വിശ്വാമിത്രനെ തേടിയിട്ട് ത്രിശങ്കു എന്നു പേരുള്ള ഇക്ഷ്വാകു വംശത്തിലെ തന്നെ ഒരു രാജാവ് തനിക്ക് ഈ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് വന്നു എന്നാണ്. വസിഷ്ഠൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ വസിഷ്ഠൻ തനിക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു ശരീരത്തോടു കൂടിയിട്ട് അങ്ങേക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു യാഗം ഞാൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ത്രിശങ്കു ദക്ഷിണ ദിക്കിലേക്ക് യാത്ര ചെയ്തു. എന്തിനാണ് അവിടെ പോയത് എന്നുള്ളത് നോക്കാം. 14-ാമത്തെ ശ്ലോകം. തതസ്തത് കർമ്മസിദ്ധ്യർത്ഥം പുത്രാംസ്തസ്യ ഗതോ നൃപ വാസിഷ്ഠാ ദീർഘതപസസ്തപോ യത്ര ഹി ദേവിരേ. തതഃ അതിനുശേഷം, അതായത് വസിഷ്ഠൻ്റെ നിരാകരണം നടന്നതിന് ശേഷം, തത് കർമ്മസിദ്ധ്യർത്ഥം തൻ്റെ കർമ്മത്തിന് സിദ്ധി, അതായത് തൻ്റെ ഇച്ഛ, ഈ ശരീരത്തോടു കൂടി സ്വർഗത്തിലേക്ക് പോകണം എന്നുള്ള ഇച്ഛ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട്, നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് തസ്യ പുത്രാൻ നൃപഃ ഗതഃ, ആ വസിഷ്ഠൻ്റെ തന്നെ പുത്രന്മാരുടെ അടുത്തേക്ക് ത്രിശങ്കു എന്നുപേരുള്ള രാജാവ് പോവുക ചെയ്തത്. അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് പോയത് വസിഷ്ഠൻ്റെ തന്നെ പുത്രന്മാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വസിഷ്ഠൻ്റെ പുത്രന്മാരായിട്ടുള്ള വാസിഷ്ഠന്മാർ ദീർഘതപസഹ, വലിയ, അതായത് ഒരുപാട് കാലം, അനവധി കാലം തുടർച്ചയായിട്ട് തപസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരെയാണ് ദീർഘതപസ്സുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ദീർഘകാലം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായ വാസിഷ്ഠന്മാർ എവിടെ ഇരുന്നാണോ തപസ് ചെയ്യുന്നത് അവിടേക്കാണ് ത്രിശങ്കു ചെന്നെത്തിയത്. ദീർഘതപസഃ വാസിഷ്ഠാഃ യത്ര തപഃ തേഭിരേ തത്ര ഗതഃ നൃപഃ ഗതഃ. എവിടെ ഇരുന്നിട്ടാണോ വസിഷ്ഠൻ്റെ പുത്രന്മാരെ തപസ് ചെയ്തത് അവിടേക്ക് ത്രിശങ്കു ചെന്നെത്തി. എന്നിട്ട് അവരോട് പറയാണ്, ത്രിശങ്കുസ്തു മഹാതേജ ശതം പരമഭാസ്വരം വസിഷ്ഠപുത്രാൻ ദദൃശേ തപ്യമാനാൻ മനസ്വിന. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. സോഭിഗമ്യ മഹാത്മാന സർവാനേവ ഗുരോസുതാൻ അഭിവാദ്യാനുപൂർവേണ ഹ്രിയാ കിഞ്ചിതവാങ്മുഖ. ത്രിശങ്കു ആകട്ടെ, ത്രിശങ്കുസ്തു മഹാതേജാഹ, മഹാതേജസ്വിയായിട്ടുള്ള ആ ത്രിശങ്കു പരമഭാസ്വരം ശതം വസിഷ്ഠപുത്രാൻ തപ്യമാനാൻ മനസ്വിനഃ വസിഷ്ഠപുത്രാൻ ദദൃശേ. അവിടെ ചെന്നപ്പോൾ ത്രിശങ്കു ആരെ കണ്ടു? വസിഷ്ഠൻ്റെ പുത്രന്മാരെ കണ്ടു. എങ്ങനെയുള്ള പുത്രന്മാർ? 100 പുത്രന്മാർ, വളരെയധികം ശോഭിക്കുന്നവർ, പരമഭാസ്വരന്മാർ, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ, മനസ്വികളായിട്ടുള്ള, വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതികളും മനസ്സുമൊക്കെ ഉള്ളവരായ അങ്ങനെയുള്ള 100 വസിഷ്ഠപുത്രന്മാരെ അവിടെ വച്ച് ത്രിശങ്കു കാണുകയുണ്ടായി. എന്നിട്ട് സഹ സർവാൻ മഹാത്മനഃ ഗുരോഹോ സുതാൻ അഭിഗമ്യ, ആ ഗുരുവിൻ്റെ മക്കളായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആ മുനിമാരുടെ, വാസിഷ്ഠന്മാരുടെ സമീപത്തേക്ക് സഹ അഭിഗമ്യ എന്ന് വെച്ചാൽ അടുത്തു ചെന്നിട്ട്, മഹാത്മാക്കളായ ഗുരുവിൻ്റെ പുത്രന്മാരായിട്ടുള്ള ആ 100 പേരുടെയും സമീപത്ത് ചെന്നിട്ട് അഭിവാദ്യ ആനുപൂർവേണ, മൂത്ത ആൾ മുതൽ അവസാനം വരെയുള്ള 100ാമത്തെ ആളെ വരെയും അഭിവാദ്യം ചെയ്തിട്ട്, വന്ദിച്ചിട്ട്, ഹ്രിയാ കിഞ്ചിത് അവാങ്മുഖ, പറയാൻ ഇത്തിരി മോശം അല്ലെങ്കിൽ ഒരു നാണമുള്ള കാര്യമാണ്, അതുകൊണ്ട് അവാങ്മുഖ, മുഖമിത്തിരി താഴ്ത്തിപ്പിടിച്ചുകൊണ്ട് അല്പം നാണത്തോടു കൂടിയിട്ട്, ഹ്രിയോടു കൂടിയിട്ട് പറയാൻ തുടങ്ങുകയാണ്. അതാണ് 17-ാമത്തെ ശ്ലോകത്തിൽ പറയണത്. അബ്രവീത് സമഹാത്മാന സർവാനേവ കൃതാഞ്ജലി ശരണം വഃ പ്രപന്നോഹം ശരണ്യാൻ ശരണം ഗത. അങ്ങനെ മുഖം കുറച്ച് താഴ്ത്തിക്കൊണ്ട് അബ്രവീത് പറഞ്ഞു എന്നാണ്. ആരോടാണ് പറയണത്? ആ മഹാത്മാക്കളോട്. സഹ അബ്രവീത് സർവാനേവ, അവരെ 100 പേരെയും വന്ദിച്ചിട്ട്, അഭിവാദനം ചെയ്തിട്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൃതാഞ്ജലി, അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ശരണം യാചിച്ചു വന്നിരിക്കുകയാണ്. ശരണം വഃ പ്രപന്നോ അഹം വഹ ശരണം പ്രപന്നഃ, ഞാൻ നിങ്ങളെ 100 പേരെയും ശരണം പ്രാപിച്ചിരിക്കുകയാണ്.
എന്തുകൊണ്ട് നിങ്ങളാണ് എനിക്ക് ഏറ്റവും ശരണ്യന്മാർ എന്ന് എനിക്ക് മനസ്സിലായിട്ട് വന്നതാണ്. ശരണ്യാൻ അഹം ശരണം ഗതഃ. ഞാൻ ഏറ്റവും പറ്റിയ ശരണം നൽകാൻ പറ്റിയ ശരണം ഗൃഹരക്ഷിത്രോഹോ എന്നാണ്. അതായത് രക്ഷിതാവായിട്ട് വേണ്ടത്ര സംരക്ഷണം നൽകാൻ പറ്റുന്ന ആൾക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാണ് 18ാമത്തെ ശ്ലോകത്തിൽ. അതായത് ഈ വാസിഷ്ഠന്മാരുടെ അടുത്തേക്ക് വരാനുണ്ടായ കാരണം പറയാണ്. പ്രത്യാഖ്യാതോ ഹി ഭദ്രം വോ വസിഷ്ഠേന മഹാത്മന യഷ്ടുകാമോ മഹായജ്ഞം തദനുജ്ഞാതുമർഹത. പ്രത്യാഖ്യാതോ ഹി ഭദ്രം വോ വസിഷ്ഠേന മഹാത്മന. വഹാ ഭദ്രം, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം തന്നെ അവരോട് കുശലം പറയാണ്, അല്ലെങ്കിൽ അവർക്ക് മംഗളം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതിനുശേഷം പറയാണ് വസിഷ്ഠേന മഹാത്മന അഹം പ്രത്യാഖ്യാതഃ. നിങ്ങളുടെ അച്ഛനായിട്ടുള്ള വസിഷ്ഠനാൽ ഞാൻ നിരാകരിക്കപ്പെട്ടു, പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പ്രത്യാഖ്യാനം ചെയ്തത് എന്നാണെങ്കിൽ മഹായജ്ഞം ന്യഷ്ടുകാമഃ തദനുജ്ഞാതും അർഹത. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അതായത് വസിഷ്ഠൻ്റെ അടുത്ത് പോയിട്ട് മഹത്തായിട്ടുള്ളൊരു യാഗം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് അദ്ദേഹം ചെയ്തു തന്നില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്താൽ നിരാകരിക്കപ്പെട്ടു, പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടു. നിങ്ങൾ അതൊന്ന് എനിക്ക് ചെയ്തു തരണം. തത് അനുജ്ഞാതും അർഹത. നിങ്ങൾ അതിന് അനുജ്ഞ നൽകണം, നിങ്ങൾ ആ യാഗം ചെയ്തു തന്ന് എന്നെ സഹായിക്കണം എന്ന് ത്രിശങ്കു വസിഷ്ഠൻ്റെ പുത്രന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. അതായത് ഗുരു ചെയ്തു കൊടുത്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഏറ്റവും ചേർച്ച ആരാണ്? ഗുരുപുത്രന്മാർ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അതേ വംശത്തിൽ പിറന്ന അതേ രക്തമുള്ള ഒരാൾ അല്ലെങ്കിൽ കുറച്ചാൾക്കാർ അതിന് അനുജ്ഞ കൊടുത്താൽ അച്ഛൻ തന്ന പോലെ തന്നെയായി, പൂർവികനായിട്ടുള്ള ഒരാൾ ചെയ്തു തന്ന പോലെ തന്നെയായി മക്കൾ ചെയ്തു കൊടുത്താലും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ വന്ന് യാചിക്കണത് എന്നാണ് ത്രിശങ്കു പറയണത്. നമുക്ക് 19ാമത്തെ ശ്ലോകം നോക്കാം. ഗുരുപുത്രാനഹം സർവാൻ നമസ്കൃത്യ പ്രസാദയേ ശിരസാ പ്രണതോ യാചേ ബ്രാഹ്മണാം തപസി സ്ഥിതാൻ. അടുത്ത ശ്ലോകം കൂടി ചൊല്ലാം. തേ മാം ഭവന്തഃ സിദ്ധ്യർത്ഥം യാചയന്തു സമാഹിതാഃ സശരീരോ യഥാഹം വൈ ദേവലോകമവാപ്നുയാം. നിങ്ങൾ എൻ്റെ ഗുരുപുത്രന്മാരാണല്ലോ. അതായത് വസിഷ്ഠനും വസിഷ്ഠൻ്റെ മക്കളുമൊക്കെ അയോധ്യാധിപതികളുടെ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ ഗുരുക്കന്മാരാണ്, എൻ്റെയും ഗുരുക്കന്മാരാണ്. അതുകൊണ്ട് പറയാണ് ഗുരുപുത്രാനഹം, ഞാൻ എൻ്റെ ഗുരുപുത്രന്മാരെ സർവാൻ എല്ലാവരെയും നമസ്കൃത്യ പ്രസാദയെ നമസ്കരിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഞാനിതാ പ്രസാദിപ്പിക്കുന്നു, എന്നിൽ കനിവുണ്ടാകണം. ശിരസാ പ്രണതോ യാചേ, ശിരസ് നമിച്ചുകൊണ്ട് നിങ്ങളോട് ഞാനിതാ യാചിക്കുന്നു. നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? തപസി സ്ഥിതാൻ ബ്രാഹ്മണാൻ യാചേ, തപസ്സിൽ നിലകൊള്ളുന്നവരായ, തപസ്സിൽ നിന്ന് അണുമാത്രം വ്യതിചലിക്കാത്തവരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള നിങ്ങളോട് ഞാനിതാ യാചിക്കുന്നു. എന്തായിരുന്നു എൻ്റെ ആവശ്യം എന്നാണെങ്കിൽ തേ മാം ഭവന്തഃ സിദ്ധ്യർത്ഥം യാചയന്തു സമാഹിതാഃ. ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് ശ്രദ്ധ കൊടുത്തിട്ട് എനിക്ക് വേണ്ടത് ചെയ്തു തരണം, എനിക്ക് വേണ്ടിയിട്ട് ഒരു യാഗം ചെയ്തു തരണം. അതാണ് അങ്ങനെയുള്ള നിങ്ങൾ. തേ ഭവന്തഃ, അങ്ങനെ തപസ് ചെയ്യുന്നവരായ വസിഷ്ഠൻ്റെ പുത്രന്മാരായിട്ടുള്ള മനസ്വികളായിട്ടുള്ള നിങ്ങൾ മാം, എനിക്ക് എന്തു ചെയ്തു തരണം? സിദ്ധ്യർത്ഥം യാചയന്തു സമാഹിതാഹ ഭവന്തഃ, സമാധിസ്ഥന്മാരായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിട്ട്, സമാധിസ്ഥന്മാരെന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഞാൻ പറയണത് കേട്ടിട്ട് എനിക്ക് സിദ്ധ്യർത്ഥം യാചയന്തു, എൻ്റെ ഒരു മോഹം തീർക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ലാഭത്തിന് വേണ്ടിയിട്ട്, ലാഭം എന്ന് വെച്ചാൽ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് യാഗം ചെയ്യണം. എന്തായിരുന്നു എൻ്റെ മോഹം എന്നാണെങ്കിൽ യഥാഹം, എപ്രകാരമായാലാണോ ഞാൻ സശരീരഹ ദേവലോകം അവാപ്നുയാം, ഈ ശരീരത്തോടു കൂടിയിട്ട് ദേവലോകത്തേക്ക് പോകുക, ആ രീതിയിൽ തഥാ സിദ്ധ്യർത്ഥം ഭവന്തഃ യാചയന്തു, ആ ഒരു ഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്നെ സഹായിക്കണം. യാഗം ചെയ്യാൻ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കണം. എൻ്റെ ഗുരുക്കന്മാരോടല്ലാതെ ഞാൻ വേറെ ആരോടാ പറയുക? വസിഷ്ഠൻ എന്നെ നിരാകരിച്ചു, ഇനി എനിക്കൊരാശ്രയമുള്ളത് നിങ്ങളാണ്. അതാണ് പറയണത് 21ാമത്തെ ശ്ലോകം.
പ്രത്യാഖ്യാതോ വസിഷ്ഠേന ഗതിമന്യാം തപോധനാഃ ഗുരുപുത്രാൻ ഹൃദയ സർവാൻ നാഹം പശ്യാമി കാഞ്ചന. വസിഷ്ഠേന പ്രത്യാഖ്യാതഃ, വസിഷ്ഠനാൽ പ്രത്യാഖ്യാനം ചെയ്യപ്പെട്ടവനായ എനിക്ക്, ഹേ തപോധനാഃ അന്യാം ഗതിം നാഹം പശ്യാമി, തപോധനന്മാരെ നിങ്ങളല്ലാതെ മറ്റൊരു ഗതിയും എനിക്ക് കാണാനില്ല. ഗുരു എന്നെ ത്യജിച്ചുവെങ്കിൽ ഗുരുപുത്രന്മാരാണ് പിന്നെ എനിക്ക് ശരണം തരാനുള്ളവർ. അതുകൊണ്ട് ഗുരുപുത്രാൻ സർവാൻ ഹൃദയേ, ഗുരുവിൻ്റെ പുത്രന്മാരെല്ലാവരും അല്ലാതെ അഹം കാഞ്ചന ഗതിം പശ്യാമി, ഞാൻ മറ്റൊരു ഗതിയും മറ്റൊരു വഴിയും എനിക്കില്ല. നിങ്ങൾ വേണം എന്നെ സഹായിക്കാൻ, ഗുരു അല്ലെങ്കിൽ ഗുരുപുത്രന്മാർ. അതാണ് ത്രിശങ്കു ഗുരുപുത്രന്മാരോട്, വസിഷ്ഠൻ്റെ പുത്രന്മാരോട് ആവശ്യപ്പെടുന്നത്. വളരെ അഭ്യർത്ഥനയാണ് കേട്ടോ, യാചനയോട് കൂടിയിട്ടാണ് പറയുന്നത്. അടുത്ത ശ്ലോകം, അവസാനത്തെ ശ്ലോകം നോക്കാം. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം പുരോധാഃ പരമാഗതി തസ്മാദനന്തരം സർവേ ഭവന്തോ ദൈവതം മമ. ഈ ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന രാജാക്കന്മാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് അവരുടെ എല്ലാം എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. അതാണ് ഇക്ഷ്വാകൂണാം സർവേഷാം. ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന എല്ലാ രാജാക്കന്മാർക്കും പൊതുവേ മറ്റു വംശങ്ങൾക്കൊന്നും ഇല്ലാത്തതായിട്ടുള്ളൊരു പ്രത്യേകതയാണ് ഇക്ഷ്വാകു വംശക്കാർക്ക്, സൂര്യവംശക്കാർക്ക് അവരുടെ പുരോഹിതൻ ഏറ്റവും പരമമായിട്ടുള്ള ഗതിയാണ്. പുരോഹിതൻ പറയണതേ അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തസ്മാത് അനന്തരം സർവേ ഭവന്തഃ ദൈവതം മമ, ഇതിനെ തുടർന്ന്, അതായത് പുരോഹിതനായിട്ടുള്ള വസിഷ്ഠൻ എന്നെ ത്യജിച്ചുവെങ്കിലും നിങ്ങൾ ആരും എന്നെ ത്യജിക്കില്ല, എനിക്ക് വേണ്ട സഹായം നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എനിക്ക് വേണ്ടിയിട്ട് യാഗം ചെയ്തു തരണേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതാണോ ഭവന്തോ ദൈവതം മമ, നിങ്ങളാണ് എൻ്റെ ദൈവതം, നിങ്ങളാണ് എൻ്റെ ഗതി, നിങ്ങൾ എനിക്ക് അനുകൂലമായി വർത്തിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സർഗം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. തതസ്തത്കർമ്മസിദ്ധ്യർത്ഥം പുത്രാംസ്തസ്യ ഗതോ നൃപ വാസിഷ്ഠാ ദീർഘതപസസ്തപോ യത്ര ഹിതേബിരേ ത്രിശങ്കുസ്തു മഹാതേജാഃ ശതം പരമഭാസ്വരം വസിഷ്ഠപുത്രാൻ ദദൃശേ തപ്യമാനാൻ മനസ്വിനഃ സോഭിഗമ്യ മഹാത്മാനഃ സർവാനേവ ഗുരോഃ സുതാൻ അഭിവാദ്യാനാനുപൂർവേണ ഹ്രിയാ കിഞ്ചിദവാങ്മുഖ അബ്രവീത് സ മഹാത്മാനഃ സർവാനേവ കൃതാഞ്ജലി ശരണം വഃ പ്രപന്നോഹം ശരണ്യാൻ ശരണം ഗത പ്രത്യാഖ്യാതോ ഹി ഭദ്രം വോ വസിഷ്ഠേന മഹാത്മനാ യഷ്ടുകാമോ മഹായജ്ഞം തദനുജ്ഞാതുമർഹത. ഗുരുപുത്രാനഹം സർവാൻ നമസ്കൃത്യ പ്രസാദയേ ശിരസാ പ്രണതോ യാചേ ബ്രാഹ്മണാം തപസി സ്ഥിതാൻ തേ മാം ഭവന്തഃ സിദ്ധ്യർത്ഥം യാചയന്തു സമാഹിതാഃ സശരീരോ യഥാഹം വൈ ദേവലോകമവാപ്നുയാം പ്രത്യാഖ്യാതോ വസിഷ്ഠേന ഗതിമന്യാം തപോധനാഃ ഗുരുപുത്രാൻ ഹൃദയേ സർവാൻ നാഹം പശ്യാമി കാഞ്ചന. ഇക്ഷ്വാകൂണാം ഹി സർവേഷാം പുരോധാഃ പരമാഗതി തസ്മാദനന്തരം സർവേ ഭവന്തോ ദൈവതം മമ. അങ്ങനെ വസിഷ്ഠപുത്രന്മാരോട് യാചിച്ചിട്ട് ഈ സർഗം അവസാനിപ്പിക്കുകയാണ് ഭഗവാൻ വാൽമീകി ഋഷി. അടുത്ത സർഗം ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.